പുനർജനി 2025 കലകളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കലകളെന്ന് പറയുമ്പം അതിൽ ചിത്രകലയുണ്ട്, പെയിൻറ്റിങ്, കാർട്ടൂൺ, കാരിക്കേച്ചർ, ഇവയുമായിട്ടെല്ലാം വളരെ ക്ലോസ് കണക്ഷൻ ഈ പുനർജനി 2025 ശരിക്കും ഇപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന ലഹരിക്കെതിരെ എന്ന് പറയുന്ന ഒരുപാട് ട്രെയിനിങ്ങൾ നടത്തുന്നുണ്ട്. ലഹരിക്കെതിരെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രെയിനിങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരു സീസണാണെന്ന് പറയാം അതിൻ്റെ. ശരിക്കും ഞാനിതിനെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം ട്രെയിനിങ്ങളുടെ ദിശ തെറ്റിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം പഴയ പോലെ ആൾ വരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലഹരി ഇങ്ങനെ പറഞ്ഞ് അവസാനം ഇറങ്ങിപ്പോകുന്നവനൊരു ചെറുതടിക്കാമെന്ന് പറഞ്ഞുള്ള മൂഡിലായിരിക്കും പോകുന്നത്. കാര്യം നിരന്തരം ഇത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നെഗറ്റീവ് ടെംപ്റ്റേഷനാണ് ഉണ്ടാകുന്നത്. കാര്യം സതുദ്ദേശത്തോടു കൂടിയാണ് നടത്തപ്പെടുന്നതെങ്കിൽ പോലും അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ ലഹരിയെന്നോ ഒരു വാക്ക് പോലും മിണ്ടാതെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ പകരുന്ന കാര്യങ്ങൾ, അത് കലയാകാം, കാർട്ടൂണാകാം, പെയിൻറ്റിങ് ആകാം, മോട്ടിവേഷനാകാം, അത് നമ്മളതിനെ റീപ്ലേസ് ചെയ്യുകയാണ്. ശരിക്കും ലഹരി ഉപയോഗിക്കാനുള്ള ടെംപ്റ്റേഷനെ കലകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഒരു ലഹരി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ആർക്കും. ശരിക്കും അത്തരത്തിലുള്ള പോസിറ്റീവായ ലഹരികൾ, കലകൾ, ചിത്രകല, കാർട്ടൂൺ, അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. മുഖ്യമായും കുട്ടികളും രക്ഷിതാക്കളും അടങ്ങുന്ന പ്രൗഢമായൊരു സദസ്സിനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരിലേക്ക് ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയുടെ കണങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. കലകളിൽ ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു മഹത് വ്യക്തിത്വമുണ്ട്. കാർട്ടൂൺ അക്കാദമിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള എ സതീഷ്. അദ്ദേഹം തിരുവനന്തപുരത്ത് ഏത് ഫംഗ്ഷൻ നടന്നാലും അദ്ദേഹം വരികയും അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള സൃഷ്ടി വൈഭവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ ഒരുപാട് വേദികളിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് അദ്ദേഹമായിട്ടുള്ള ഒരു പരിചയം ഉണ്ടാകുന്നത്. അദ്ദേഹം SBIയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. റിട്ടയർഡായിട്ട് അദ്ദേഹം ഇപ്പം ഫുൾ ടൈം കലകളെ, അത് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായ കാർട്ടൂണിനെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പല പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എപ്പോഴും സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ശ്ലാഘനീയമാണ്, പ്രശംസനീയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു മുഴുവൻ സമയ സാന്നിധ്യം നമുക്കുണ്ടായിരിക്കുമെന്ന് മാത്രമല്ല, ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത് പോലെ അദ്ദേഹം കുട്ടികളുടെ ചിത്രങ്ങൾ വരച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് വരയുടെ ലോകത്തേക്ക്, കാർട്ടൂണിൻ്റെ ലോകത്തേക്ക് അവരെ കൈപിടിച്ച് ഉയർത്താൻ അതിന് കാരണമാകും. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ആ മേഖലയിൽ ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്കത് കൃത്യമായിട്ട് പുനർജനിയുടെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഇൻ്റർവൽ പീരീഡിൽ, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൽ, അവിടെ ആ സമയത്തൊക്കെ അദ്ദേഹം തൻ്റെ കലാവൈഭവം ഈ കുട്ടികളുടെ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഒക്കെ ഉണ്ടാകും. അത് മാത്രമല്ല, നമ്മൾ വലിയൊരു ക്യാൻവാസ് അന്ന് അവിടെ സജ്ജീകരിക്കുന്നുണ്ട്. ആ ക്യാൻവാസിനകത്ത് സേ യെസ് ടു ലൈഫ് എന്നാണ് നമ്മൾ എഴുതുന്നത്. ഒരിക്കലും സേ നോ ടു ഡ്രഗ്സ് എന്നല്ല. നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും അതിൽ എഴുതുന്നില്ല. പോസിറ്റീവായിട്ടുള്ള സേ യെസ് ടു ലൈഫ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മൾ എഴുതുകയും അത് നിരന്തരം അതിനകത്ത് അത്രയും പോസിറ്റീവായിട്ടുള്ള വരയ്ക്കാൻ കഴിവുള്ളവർ വരയ്ക്കുകയും അങ്ങനെ ആ വലിയൊരു ക്യാൻവാസ് നിറച്ച് നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊണ്ടും മാനിഫെസ്റ്റേഷൻസ് കൊണ്ടും നമ്മൾ നിറച്ച് വയ്ക്കുകയാണ് ശരിക്കും ആ ഒരു ക്യാൻവാസ് മുഴുവനും. അതാണ് കാർട്ടൂൺ സംബന്ധിച്ചിട്ടുള്ള അന്നത്തെ പ്രവർത്തനങ്ങൾ. അതുകൂടാതെ കാരിക്കേച്ചർ വരയ്ക്കുന്ന ഈ ഹരിഹരപുത്രൻ എന്ന് പറയുന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. കാർട്ടൂണിസ്റ്റ് എ സതീഷിനെ കാർട്ടൂൺ അക്കാദമിയുടെ സെക്രട്ടറി എന്ന നിലയിൽ എല്ലാവർക്കും അറിയാമെങ്കിൽ ഹരിഹരപുത്രൻ സാറിന് അത്ര അധികം പേർക്ക് അറിയില്ല. ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശരിക്കും കലകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഹരിഹരപുത്രൻ സാറിനെ അറിയാൻ പറ്റുന്നുള്ളൂ. ശരിക്കും അദ്ദേഹത്തോട് ഞാൻ ഈ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ചോദിക്കുന്നു, ഗിരീഷ് എന്നാണ് പ്രോഗ്രാം എന്ന് അദ്ദേഹം ഇങ്ങനെ എൻക്വയറി ചെയ്യുകയാണ്. അദ്ദേഹം ആദ്യം ധരിച്ചു വെച്ചിരുന്നത് ജൂൺ 13 പക്ഷേ ഞാൻ തിരുത്തി, ജൂൺ അല്ല സാർ, ജൂലൈ ആണ്, സമയമുണ്ട്. ശരിക്കും ഇത്തരത്തിലുള്ള കലാകാരന്മാർ നമ്മൾ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹം വരച്ച എൻ്റെ ചിത്രം ഞാൻ കാണിക്കാം. ശരിക്കും അത്തരത്തിലുള്ള ഒരു വൈബാണ് നമുക്ക് കിട്ടുക. എന്താ പറയുക, ഒരു പ്രോഗ്രാം വേറൊരു ലെവലിലേക്ക് പോകാൻ സതീഷ് സാറിൻ്റെയും ഹരിഹരപുത്രൻ സാറിൻ്റെയും ആ ഒരു ഇടപെടൽ കാരിക്കേച്ചർ ആൻഡ് കാർട്ടൂൺ വര നമ്മളെ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് 2 ചിത്രകാരന്മാർ നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് തന്നെ ഉണ്ട്. അത് AK ഗോപിദാസ് സാറും N ദിവാകരൻ സാറുമാണ്. അതിനകത്ത് ശരിക്കും ചിത്രകലയെപ്പറ്റി അറിയാവുന്നവർക്കെല്ലാം രണ്ടുപേരെയും വ്യക്തിത്വങ്ങളെ നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അതിനകത്ത് ശരിക്കും എൻ്റെ ഈ സ്വപ്നസഞ്ചാരി എന്ന് പറയുന്ന ഈ ബുക്കിൻ്റെ കവർ ചെയ്തത് ഇവർ രണ്ടുപേരും കൂടെയാണ്. അതിന് കവർ വരച്ചത് ശരിക്കും N ദിവാകരൻ സാറാണ്. അതിനകത്ത് കാലിഗ്രാഫി ചെയ്തത്, അതായത് ടൈറ്റിൽ എഴുതിയത് AK ഗോപിദാസുമാണ്. ശരിക്കും AK ഗോപിദാസ് അദ്ദേഹം എനിക്ക് 2017 തൊട്ടുള്ള ബന്ധമാണ്. തിരുവനന്തപുരത്തൊക്കെ വരുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ 2016 ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അന്ന് തൊട്ടുള്ള എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ആളാണ് AK ഗോപിദാസ് സാറ്. അപ്പോൾ ശരിക്കും ഞാൻ ഗോപിയണ്ണൻ എന്നാണ് വിളിക്കുന്നത്. അതിനകത്ത് എനിക്ക് അദ്ദേഹം വഴിയാണ് കൂടുതലും സൗഹൃദങ്ങൾ, കലാകാരന്മാരുടെ സൗഹൃദങ്ങൾ കിട്ടുന്നത് എനിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന്. പിന്നെ ഈ ബുക്കിൻ്റെ കവർ ചെയ്തതിന് പിന്നെ ഒരു വലിയ കഥയുണ്ട്, അത് ഞാൻ പറയാം.
സ്വപ്നസഞ്ചാരി എന്ന ബുക്ക് പൂർത്തിയാക്കുന്ന സമയത്ത് ഞാൻ അതിന് എന്ത് കവർ വേണമെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഔചാരിതമായിട്ടൊരു പെയിൻറ്റിങ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ആരാണ് വരച്ചതെന്ന് ഒന്നും എനിക്കറിയില്ല. ആ പെയിൻറ്റിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ പെയിൻറ്റിങ് ഞാൻ ആർട്ടിസ്റ്റ് AK ഗോപിദാസിന് അയച്ചു കൊടുത്തു. ഗോപിയണ്ണൻ അതിനെ നല്ല രീതിയിൽ കവർ ചെയ്ത് സ്വപ്നസഞ്ചാരി എന്നുള്ള ഒരു കവർ അടിപൊളിയാണ്. കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും ഇതുപോലെ ഇരിക്കുന്നൊരു സംഭവമാണ്. അത് ഇതുമായിട്ട് നല്ല റിസംബ്ലൻസ് ഉണ്ട്, പക്ഷേ ഇതല്ല. അപ്പോൾ ഞാൻ പിന്നെ അവസാന നിമിഷം ഇത് വെച്ച് അച്ചടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഗോപിയണ്ണൻ ഒരു സംശയം പറഞ്ഞു, ഗിരീഷ് ഈ പെയിൻറ്റിങ് എവിടെ നിന്ന് കിട്ടിയതാണ്? കാര്യം ഇതിനകത്ത് ഇത് ഒന്നുകിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആരുടെ പെയിൻറ്റിങ് നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഈ പെയിൻറ്റിങ്ങിനെ ആരോടാണ് ചോദിക്കുന്നത്, പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ആരോടാണ് ചോദിക്കുന്നത്, ഗൂഗിളിനോട് ചോദിച്ചു. ഇപ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ, മാതാപിതാ ഗൂഗിൾ ദൈവം. അപ്പോൾ ഗൂഗിൾ പറഞ്ഞ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഫേമസ് പെയിൻറ്റിങ് ആണ് സാധനം. ആ പെയിൻറ്റിങ് വരച്ച ആൾ തന്നെ ദി പെയിൻറ്റിങ് ജേർണി ഇൻ ടു ദി എറ്റേണൽ ഗ്ലോ എന്നാണ് അതിൻ്റെ പേര്. ഹാറ്റിസ് അൽക്കൻ ഡുമാനോ എന്ന് പറഞ്ഞ ആളാണ് വരച്ചത്. അപ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുള്ള പെയിൻറ്റിങ് ആണെന്ന് ആ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ട് ഗൂഗിൾ പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഈ വേറെ ഒരുപാട് ഒരു ടൈറ്റിലുകളും മറ്റേ കവർ ചിത്രങ്ങളും ഒക്കെ നോക്കിയെങ്കിലും അതെല്ലാം ഗോപിയണ്ണൻ തന്നെയാണ് ഇട്ട് തരുന്നത്. ഞാൻ ആദ്യം പ്രണയകഥയാണ് പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു മനോഹരമായ പെൺകുട്ടിയുടെ ചിത്രമുള്ള ഒരു കവർ എനിക്ക് അയച്ചു തന്നു. പിന്നെ ഓരോരോ മൂഡ് ഞാൻ പറയുമ്പോഴും അതനുസരിച്ചുള്ള പെയിൻറ്റിങ്ങിൻ്റെ കവറുകൾ ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരുന്നു, കവർ ചെയ്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയാണെന്ന് മനസ്സുകൊണ്ട് തോന്നുകയും ഇത്രയും നല്ല കലാകാരന്മാരുടെ സാമീപ്യവും അവരുടെ നിർലോഭമായ സഹകരണവും എനിക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ ഭഗവാനെ എന്ന് ഞാൻ എൻ്റെ നന്ദിയുടെ പുസ്തകത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ തുടർച്ചയായി എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഗോപിയണ്ണൻ പറഞ്ഞതനുസരിച്ച് ഒരിക്കലും എനിക്ക് ഇത്രയും കോപ്പിറൈറ്റുള്ള ബുക്ക് പെയിൻറ്റിങ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നാൽ എനിക്ക് ആ പെയിൻറ്റിങ് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ വളരെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ഗോപിയണ്ണൻ ഇങ്ങനെ പെയിൻറ്റിങ്ങുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. കാര്യം കവർ ചെയ്ത് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരുന്നു. അത് പ്രണയകഥയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടിയുടെ പടം വെച്ചിട്ടുള്ള കവർ അയച്ചു. പിന്നെ അങ്ങനെ ആ സ്വപ്നസഞ്ചാരി എന്നുള്ള ബുക്കിൻ്റെ മൂഡ് അനുസരിച്ചുള്ള കവറുകളെല്ലാം എനിക്ക് അയച്ചുകൊണ്ടിരുന്നെങ്കിലും എന്നെ ഒന്നും തൃപ്തിപ്പെടുത്തിയില്ല. കാര്യം ആ ഒരു പെയിൻറ്റിങ് അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. എൻ്റെ ഒരു നേച്ചർ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എനിക്കത് എങ്ങനെയെങ്കിലും ഞാനത് സ്വന്തമാക്കിയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എത്ര കാലം എടുത്താലും. അപ്പോൾ ഞാൻ ഗോപിയണ്ണനൊക്കെ പറഞ്ഞു എനിക്കിതൊന്നും അല്ല വേണ്ടത്, എനിക്ക് ഇതാണ് വേണ്ടത്, ഇത് കോപ്പിറൈറ്റുള്ളതാണ്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു. അപ്പോൾ എൻ്റെ ഒരു അനുഗ്രഹം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഇത്രയധികം കാലഘട്ടത്തിൽ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ സൗഹൃദങ്ങളാണ് എൻ്റെ വലിയ അനുഗ്രഹം. ഇത്രയും വലിയ കലാകാരനായിട്ടുള്ള ആൾ അത് ഒരു ബുക്കിന് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടി എത്ര നാൾ നമ്മൾ ഒരു സാധാരണഗതിയിൽ മെനക്കെടണം. ഇത് ഞാൻ ഒരു മെനക്കേടും ഇല്ലാതെ തന്നെ എനിക്ക് ഇഷ്ടംപോലെ കവറുകൾ വേണമെങ്കിൽ 2ാമത്തെ എഡിഷനിലും 3ാമത്തെ എഡിഷനിലൊക്കെ ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള കവറുകൾ എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹത്തിൽ നിന്നും. അപ്പോൾ അങ്ങനെ ഞാനും ഗോപിയണ്ണനോട് ആലോചിച്ചപ്പോഴത്തേക്ക് ഈ ഒറിജിനൽ പെയിൻറ്റിങ് ദിവാകരനൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. എൻ ദിവാകരൻ എന്ന് പറഞ്ഞ അദ്ദേഹം എനിക്ക് ഗോപിയണ്ണൻ വഴി പരിചയപ്പെട്ട വ്യക്തിത്വമാണ്. എൻ്റെ തിരക്കഥയ്ക്ക് സ്ക്രീൻ പ്ലേ വരച്ചത് അദ്ദേഹമാണ്. സ്ക്രീൻ പ്ലേ വരച്ച് സ്കെച്ചസ് വരച്ചു തന്നത് ദിവാകരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പെയിൻറ്റിങ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ ഈ പെയിൻറ്റിങ് വളരെ ഇഷ്ടപ്പെട്ടു പോയി, എനിക്കത് കവറായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ദിവാകരൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാര്യം ഇതൊരു കോംപ്ലിക്കേറ്റഡ് പെയിൻറ്റിങ്ങാണ്. എനിക്കിതിനെ അനുകരിച്ചിട്ടായാലും ഒരു പെയിൻറ്റിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ റിസ്ക് ആണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ പൈസ മുടക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിറ്റേന്ന് വൈകിട്ട് എനിക്ക് ഒരു പെയിൻറ്റിങ് അയച്ചു തന്നു, ക്ലോസ് റിസംബിൾസ്. പക്ഷേ ഒരിക്കലും അതിൻ്റെ അനുകരണമല്ല, ദിവാകരൻ അങ്ങനെ അനുകരിക്കുന്ന ആളുമല്ല, അദ്ദേഹം സ്വന്തമായി വ്യക്തിത്വമുള്ള ഒരു പെയിൻറ്ററാണ്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാര്യം 3 ആൾക്കാർ ഒരു ഗുഹയിലേക്ക് നടക്കുന്നതായിരുന്നു ആദ്യത്തെ പെയിൻറ്റിങ്. ഇതിനകത്ത് അദ്ദേഹം ഒറ്റ ആൾ ശരിക്കും സ്വപ്നത്തിലൂടെയുള്ള സഞ്ചാരം എന്നുള്ളതാണ് അതിൻ്റെ തീം. അത് ഗുഹയിലൂടെ നടക്കുന്ന ആ തീം ഒറ്റ ആളിനെ ആക്കിയെന്ന് മാത്രമല്ല, എനിക്കൊരു ചരിവുണ്ട് ശരിക്കും നിൽക്കുന്ന സമയത്ത്. ഒരു മോഹൻലാലിനെ അനുകരിച്ചിട്ടാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്, ലാലേട്ട ഫാനായുണ്ട്. അപ്പോൾ ആ ചരിവ് പോലും ആ പിക്ചറിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ആ സ്വപ്നസഞ്ചാരിയിൽ ആ ഒറ്റ ആൾ ചരിവ് പോലും അതുപോലെ വന്നിട്ട് അദ്ദേഹം അത് ചെയ്തു വെച്ചിരിക്കുകയാണ് സാധനം. ശരിക്കും ഇതിനൊക്കെ എന്ത് കൊടുത്താലാണ് മതിയാകുക? ഞാൻ ശരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ ആർട്ട് ഗാലറി സന്ദർശിച്ചു. ശരിക്കും അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. എൻ ദിവാകരൻ എന്നുള്ള വ്യക്തി ആരാണെന്ന് ഞാൻ അപ്പോഴാണ് ആർട്ട് ഗാലറി കണ്ടപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. ആർട്ട് ഗാലറിയിലുള്ള പെയിൻറ്റിങ്സ് അത്യാവശ്യം പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. ഞാനത് തുടച്ച് അപ്പം അദ്ദേഹത്തിൻ്റെയൊക്കെ ഓരോന്നായിട്ട് എടുത്ത് ഡിസ്പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ അദ്ദേഹം ഓരോന്നിനെ പറ്റി പറയുകയാണ്, ഓരോ പെയിൻറ്റിങ്ങിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഞാൻ ആ സമയത്ത് എന്താണ് പറയുക, മണിച്ചിത്രത്താഴ് സിനിമയ്ക്കകത്ത് മാടമ്പള്ളിയിലെ മാനസിക രോഗി
ശ്രീദേവി അല്ല ഗംഗയാണെന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. അതായത് മൊമെൻ്റ് എന്ന് പറയുന്നത് മറ്റേ നാഗവല്ലിയുടെ ആഭരണങ്ങൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ശോഭന കാണിക്കുന്നുണ്ട്, നമ്മുടെ ഡോക്ടർ സണ്ണിയെ, മോഹൻലാലിനെ, നാഗവടത്താലി, അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുമ്പോഴത്തേക്ക് ശോഭനയിലുണ്ടാകുന്ന സൈക്കിക് വൈബ്രേഷൻസ്. ശരിക്കും സ്വതവേ മിതഭാഷയായിട്ടുള്ള ദിവാകരണ്ണൻ ഈ പെയിൻറ്റിങ്ങളെ പറ്റി വാചാലനായി എന്നുള്ളതാണ്. ഞാൻ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം ഈ പെയിൻറ്റിങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ആ പെയിൻറ്റിങ്ങിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതായത് എല്ലാം വളരെ, ഞാൻ കുറച്ച് മികച്ച പെയിൻറ്റുകൾ മാത്രമാണ് ഞാൻ ഫോട്ടോ എടുത്തത്. അതിനകത്ത് ഒരു പഴയ ഒരു വീടിൻ്റെ ഒരു പടിപ്പുരയുടെ പെയിൻറ്റിങ്, അത് ശരിക്കും ഫോട്ടോ എടുത്തതാണെന്ന് പോലും ചിന്തിക്കുന്ന രീതിയിൽ അതിശയിക്കുന്ന ഒരു പെയിൻറ്റിങ്. പിന്നെ നമ്മുടെ ഒരു നദിയുടേതായിട്ടുള്ളൊരു സീനറി, പിന്നെ ഒരു കാടിൻ്റേതായിട്ടുള്ള സീനറി, അതുകൂടാതെ ശ്രാവണ ബലഗോല എന്ന് പറയുന്ന പ്രശസ്തമായ ജൈന ക്ഷേത്രം, അവിടെ അദ്ദേഹം സന്ദർശിച്ചപ്പോഴത്തേക്ക് ഫോട്ടോ എടുത്തതിനെക്കാട്ടിയും ക്ലിയറായിട്ട് അദ്ദേഹം അതിനെ വരച്ചിട്ടിട്ടുള്ളതാണ്. അതുകൂടാതെ ഒരു പെയിൻറ്റിങ്, അത് പ്രത്യേകം ശ്രദ്ധ ആകർഷിക്കാൻ കാരണമുണ്ട്. അതിനകത്ത് ഒരു ശ്രാവണ ബലഗോലയിലെ ഒരു വഴിവാണിഭ സ്ഥലത്ത് ഒരു വിൽക്കുന്ന ഒരു പയ്യനെയും കാണാം. അവിടെ ബാഗ് തൂക്കിയിട്ടുണ്ട് നിൽക്കുന്നത് ദിവാകരൻ്റെ വൈഫ് ശ്യാമളയാണ്. ശ്യാമ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര്. ശ്യാമളയാണ് അവിടെ നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വൈഫ്. ആ വൈഫ് കുട്ടിയായിട്ട് വില പേശിക്കൊണ്ടിരിക്കുകയാണ് തൊപ്പി മേടിക്കാൻ വേണ്ടിയിട്ട്. തൊപ്പി ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതും കാണാം. ആ കുട്ടിയുടെ മുഖം അത്ര പന്തിയല്ല, കാര്യം വില പറഞ്ഞത് ഒക്കാത്തതുകൊണ്ടുള്ള കുട്ടിയുടെ മുഖത്തുള്ള, വിൽക്കുന്ന കുട്ടിയുടെ മുഖത്തുള്ള ആ മുഖഭാവം അതുപോലെ ഒപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം പെയിൻറ്റിങ്ങുകൾ കൃത്യമായിട്ട് വരച്ച് വെക്കുക എന്നുള്ളതാണ്. എൻ്റെ ആ സ്ക്രിപ്റ്റിൻ്റെ കേസിൽ അദ്ദേഹം വരച്ചു തന്ന ചിത്രങ്ങളെല്ലാം തന്നെ അതിമനോഹരമായിരുന്നുള്ളതാണ്. ശരിക്കും ഇൻ കേസ് ആ സ്ക്രിപ്റ്റ് ഒരു പ്രൊഡ്യൂസറെ ആകർഷിക്കുമ്പം തീർച്ചയായിട്ടും അതിനകത്ത് ഒരു പോസിറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വരച്ചു തന്ന ചിത്രങ്ങൾ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ അദ്ദേഹത്തോട് സംസാരിച്ചു. ഈ ഒറിജിനൽ പെയിൻറ്റിങ്ങുകൾ വിൽക്കാൻ അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ബിസിനസ് മൈൻഡ് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒറിജിനൽ പെയിൻറ്റിങ്സ് ഒന്നും അദ്ദേഹം വിൽക്കുന്നില്ല, പകർപ്പെടുത്തിട്ടില്ലെന്ന് ഓർക്കണം ഇതിൻ്റെ ഒന്നും. അപ്പോൾ ഈ ഒറിജിനൽ പെയിൻറ്റിങ്സ് വിൽക്കാൻ താല്പര്യം പഠിപ്പിച്ച കാര്യം അദ്ദേഹം എന്നോട് പറയുമ്പോൾ, ഞാൻ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് ഒരു സെയിൽ മീൻസ് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങുകളിൽ 4000 രൂപ മുതൽ 30,000 രൂപ വരെയുള്ള പെയിൻറ്റിങ്സ് ഉണ്ട്. ഒറിജിനൽ പെയിൻറ്റിങ്സ് മേടിച്ച് വീട്ടിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഒരു എന്താ പറയുക, അത് അത്രത്തോളം ഉദാത്തമായൊരു പ്രക്രിയയാണ്. ശരിക്കും നമ്മളിപ്പം ഒരു വീട് വെക്കുന്നതിൻ്റെ ചിലവ്, ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ കാശ് മുടക്കുന്ന വീട് വെക്കുന്ന കാര്യത്തിലാണ്. അതായത് 3 വീകളാണ് മലയാളികളെ കടക്കണിലാക്കുന്നത്: വീട്, വിവാഹം, വാഹനം. അതിൽ ഈ വീട്ടിൽ നമ്മൾ ഇറ്റാലിയൻ മാർബിൾ ഇടും. ഇപ്പോൾ ഒരു ഫുൾ 2000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ ഇറ്റാലിയൻ മാർബിൾ ഇട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും 6-7 ലക്ഷം രൂപ കീറും. അപ്പം നമ്മൾ വീട്ടിൽ വരുന്ന അതിഥികളുടെ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിക്കും. അയാൾ വേറെ എന്തെങ്കിലും ഡൈവേർട്ട് ചെയ്ത് പോയാലും അയാൾ പറയും, ഓ ഇറ്റാലിയൻ മാർബിളിൻ്റെയൊക്കെ ഒരു വിലയെ, എന്താ പറഞ്ഞത്, അതാ ഇറ്റാലിയൻ മാർബിൾ. അപ്പോൾ അത് ഒരു അതിഥി ഒന്ന് പറഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ തുടങ്ങും നമ്മൾ ഇറ്റാലിയൻ മാർബിൾ കാണിച്ച്, പിന്നെ അവിടെ വയ്ക്കുന്ന ചാരുപടി എല്ലാം കാണിച്ച് അങ്ങനെ അത് നമ്മുടെ പൊങ്ങച്ചെല്ലാം കേട്ടിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ അതേസമയം ഇതുപോലൊരു പെയിൻറ്റിങ് മേടിച്ചിട്ട് ആ ഒരു വീട്ടിൽ വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നതെല്ലാം വളരെ മിറാക്കിൾസ് ആയിരിക്കും. അതായത് അതിഥി വന്നിട്ട് ഇറ്റാലിയൻ മാർബിളിലൊന്നും ആയിരിക്കത്തില്ല നോക്കുന്നത്. അദ്ദേഹം ചോദിക്കും, ഇത് ആര് വരച്ച പെയിൻറ്റിങ് ആണെന്ന് ചോദിക്കും. അപ്പം നമുക്ക് പറയാം, ഇത് എൻ ദിവാകരൻ എന്ന് പറഞ്ഞാൽ നേമത്തുള്ളൊരു ആർട്ടിസ്റ്റ് വരച്ചതാണ്. ഓക്കെ, എനിക്ക് എൻ്റെ മകളുടെ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കിതുപോലെ ഒന്ന് വേണം. ആ മൊമെൻറ്റ് നമ്മൾ പറയുന്ന മറുപടി. ശരിക്കും നമ്മൾ ഈ പെയിൻറ്റിങ് മേടിച്ച വിലയും ഇറ്റാലിയൻ മാർബിളിൻ്റെ വിലയും എല്ലാം കൂടെ കൂട്ടി വെച്ചാലും ആ മറുപടിക്ക് തുല്യമായിട്ടുള്ളൊരു അഭിമാനം നമുക്ക് കിട്ടത്തില്ല. നമുക്ക് പറയാൻ സാധിക്കും, ഇത് പെയിൻറ്റിങ് ഒറിജിനൽ പെയിൻറ്റിംഗ് ആണ്, ഇതിനകത്ത് പകർപ്പെടുത്തിട്ടില്ല, ഇതുപോലൊരെണ്ണം ഇല്ല, ഇനി വരയ്ക്കണമെങ്കിൽ വരച്ച ആർട്ടിസ്റ്റ് വരയ്ക്കണം. നമ്മുടെ അഭിമാനം വാനത്തോളം എത്തുന്ന ഒരു മേഖലയായിരിക്കും ആ മറുപടി. ശരിക്കും അതിഥി ഞെട്ടും, നമ്മുടെ അഭിമാനം അങ്ങ് ടോപ്പിലെത്തും. എല്ലാം കഴിഞ്ഞ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, പാലുകാച്ച ദിവസം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഏരയുടെ ഡിന്നർ സെറ്റും ഗ്ലാസ് വെയറും എല്ലാം പൊട്ടിച്ചിങ്ങനെ നിരത്തി വയ്ക്കുമ്പം നമ്മുടെ ഗൃഹനാഥൻ നെടുവീർപ്പോടെ ഇങ്ങനെ ചിന്തിക്കും, ഈ ഇറ്റാലിയൻ മാർബിളും പുല്ലും ഒന്നും വേണ്ടായിരുന്നു, കുറേ പെയിൻറ്റിങ് വാരി തൂക്കിയാൽ മതിയായിരുന്നു മനസ്സുകൊണ്ട് ചിന്തിക്കും. അത്രയും ഡെപ്തുള്ളതാണ് ഈ പെയിൻറ്റിങ്ങൾ വാങ്ങുക എന്നുള്ളത്. ഒറിജിനൽ പെയിൻറ്റ് വാങ്ങുന്ന ഒരു ശീലം നമ്മുടെ മലയാളികൾക്ക് പൊതുവെ കുറവാണ്. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. പെയിൻറ്റിങ് എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു പെയിൻറ്റിങ് സ്വന്തമാക്കിയതും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, അതിൻ്റെ ഫലമായിട്ടുണ്ടായ ചില കാര്യങ്ങളും കൂടെ ഒന്ന് പരാമർശിക്കാം. ഒരു മിനിറ്റ്, ഒരു കാര്യം കാണിക്കാമേ. ഈ ഒരു പെയിൻറ്റിങ് ഇത് ഞാനൊരു എക്സിബിഷന് പോയപ്പോൾ മേടിച്ചതാണ്. അതും ഞാൻ ലീവ് എടുത്തിരിക്കുന്ന സമയത്താണ്. 2022 വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ചിട്ട് ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ നടക്കുന്നു. പർട്ടിക്കുലറായിട്ട് ഒരു കുട്ടിയുടെ പെയിൻറ്റിംഗ് ആണ്. ഒരാളുടെ പെയിൻറ്റിങ് മാത്രം എക്സിബിഷൻ നടത്തുന്ന ഒരു ഷോ ആണ്. ആ കുട്ടിയുടെ പേര് അനുജാത് സിന്ധു വിനയ്ലാൽ.
അനുജാത് സിന്ധു വിലയിലാൽ, 14 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതിനെപ്പറ്റി അറിഞ്ഞത് പോസിറ്റീവ് കമ്മ്യൂണിലെ ഗീതാ മാഡം വിളിച്ചു, ഗിരീഷ് ഇതുപോലൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, ഒരു കുട്ടിയാണ് വരയ്ക്കുന്നത്, ഒന്ന് വരണം എന്നേ പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് എന്താണ്, ആ കുട്ടി വരച്ച ഒരു പെയിൻറ്റിങ് പർട്ടിക്കുലറായിട്ട്, ആ പെയിൻറ്റിങ്ങിൻ്റെ പേര് മൈ മദർ ആൻഡ് മദേഴ്സ് ഇൻ ദി നെയ്ബർഹുഡ് എന്നാണ്. ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ പകർപ്പ് ഒരുപാട് എടുത്ത് വിൽക്കുന്നുണ്ട്. ഒറിജിനൽ പെയിൻറ്റിങ് അവിടെ ഡിസ്പ്ലേയും വെച്ചിട്ടുണ്ട്. പകർപ്പാണ് വിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പകർപ്പിന് നമുക്ക് 1000 രൂപയാണ് അതിൻ്റെ വില പകർപ്പിന്. ഒരുപാട് പേര് പകർപ്പ് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ ശരിക്കും ലീവ് എടുത്തിരിക്കുന്ന സമയമാണ്, എൻ്റെ ഒരു പൈസ വളരെ കമ്മിയാണ്. പക്ഷേ ഞാൻ ഈ പയ്യനോടൊപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം വളരെ താഴ്ന്ന ചുറ്റുപാടിൽ നിന്ന് വന്ന പയ്യനാണ്. അപ്പോൾ അവന് പെയിൻറ്റിങ് എക്സിബിഷൻ്റെ ഭാഗമായിട്ട് വൈലോപ്പള്ളി സംസ്കൃത ഭവനിലൊരു പൈസ കൊടുത്തിട്ടൊക്കെയാണ് ഹാൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ 1000 രൂപ മുടക്കി. അന്ന് എൻ്റെ പേഴ്സിലാകെ ഉണ്ടായിരുന്ന 1500 രൂപയാണ്. 1000 രൂപ മുടക്കി ഞാൻ ഈ പെയിൻറ്റിങ് മേടിച്ച് കൊണ്ടുവന്ന് പൊതിഞ്ഞുകൊണ്ടാണ് വരുന്നത് വീട്ടിൽ. കാര്യം അന്ന് പൈസ ഇല്ലാത്ത സമയത്ത്, ജോലി ലീവ് എടുത്തിരിക്കുന്ന സമയത്ത് ഇത് നേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വൈഫിൻ്റെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കിട്ടുമെന്നുള്ളതുകൊണ്ട് പൊതിഞ്ഞാണ് കൊണ്ടുപോയിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ജോലി തിരിച്ചു കയറി എനിക്കിത് മേടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു എക്സിബിഷൻ അയാൾ നടത്തുമ്പോൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം വേറെ ആരും തന്നെ ഇതുപോലെ ഒരു പെയിൻറ്റിങ് എക്സിബിഷനോ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. എവിടെ നിന്നും നമുക്കിതൊന്നും മേടിക്കാനും കിട്ടത്തില്ല. കാര്യം നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയാണ്, ദുരവസ്ഥ. കലാകാരന്മാരെ എത്രത്തോളം ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് തലത്തിൽ കലാകാരന്മാർക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇത്തരം ആർട്ടുകാരുകൾ പോലും അവരുടേതായ രീതിയിൽ ഈ കുട്ടി കലാകാരന്മാരെ ഇദ്ദേഹത്തെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വേറെ എവിടെ ഇത് വിൽക്കപ്പെടുന്നുമില്ല. അപ്പം അന്നത് മേടിച്ചുകൊണ്ട് എനിക്ക് സ്വന്തമാക്കാൻ പറ്റി. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ കാണിക്കാം. ഇത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, ഇനി 8ാം ക്ലാസ്സിലേക്ക് പ്രവേശനം ചെയ്ത എൻ്റെ ഗൗരി വരച്ചാണ്, എൻ്റെ മകൾ ഗൗരി. ശരിക്കും ഞാൻ മറ്റേ മേടിച്ച പെയിൻറ്റിങ് അവിടെ പ്രദർശിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ഗൗരി ചെറുതായിട്ട് വരയ്ക്കുന്ന കൂട്ടത്തിലാണ്. അവൾ ഭിത്തിയിലൊക്കെയാണ് സാധാരണ വരയ്ക്കാറ്. ഞാനതങ്ങനെ വലിയ പ്രോത്സാഹനമൊന്നും കൊടുത്തിട്ടില്ല. മീൻസ് നമുക്ക് നമ്മുടേതായ ചുറ്റുപാടിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് വരയ്ക്കാൻ വേണ്ടി ഒരു ഗുരുവിൻ്റെ അടുത്തൊക്കെ ആക്കണമെങ്കിൽ കൃത്യമായിട്ട് വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ ആ ഒരു ട്രാൻസ്പോർട്ടിങ്ങിന് വാഹനം വേണം. നമ്മുടെ ഒരു ചുറ്റുപാടിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ പഠിക്കാനൊന്നും വിട്ടില്ല. എന്നാൽ ഈ വെക്കേഷൻ ക്ലാസ് ജവഹർ ബാലഭവൻ 2 മാസം അവൾ പോയി. അപ്പോൾ അതിൽ അവൾ ചിത്രകലയും കരാട്ടയും അബാക്കസുമാണ് സെലക്ട് ചെയ്തത്. 3 വിഷയം സെലക്ട് ചെയ്യാം. അങ്ങനെ അവൾ പഠിച്ച് അങ്ങനെ അവൾ ഉണ്ടാക്കിയൊരു പെയിൻറ്റിങ് ഞാനത് കൊള്ളാൻ തോന്നിയുകൊണ്ട് അത് ബൈൻഡ് ചെയ്തതാണിത്. ശരിക്കും ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടികളിലുള്ള ചെറിയ ചെറിയ കലാവാസനകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഇത്തരം പെയിൻറ്റിങ്ങുകൾ ഞാനിപ്പം 2022 മുതൽ എൻ്റെ വാടക വീട്ടിൻ്റെ ഭിത്തി തൂങ്ങുകയാണ് ഈ അനുജാതിൻ്റെ പിക്ചർ. ശരിക്കും അത് കാണുമ്പോഴെല്ലാം എൻ്റെ മകൾക്കും ഒരു ആഗ്രഹം ഉണ്ടായി കാണും. തീർച്ചയായിട്ടും ഇത്തരം കലാകാരങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീട്ടിൽ നിന്നും ഇങ്ങനെ കലാകാരന്മാർ ഉയർന്നു വരുന്നതാണ്. ഇപ്പോൾ തന്നെ മിറാക്കിൾ ബഷീർ കോൺടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, പുനർജനിയിൽ വെച്ചിട്ട്. അത് കുട്ടികൾ മാത്രമായിരിക്കില്ല ഏറ്റുവാങ്ങുക. അതായത് സാധാരണഗതിയിൽ കുട്ടികൾക്ക് മാത്രമാണ് സമ്മാനം കൊടുക്കുക. ഇത് സമ്മാനം കുട്ടികൾക്കാണെങ്കിലും കുടുംബം മൊത്തമായിരിക്കും നമ്മുടെ സ്റ്റേജിലേക്ക് വരിക. അതായത് ഒരു കുട്ടിയുടെ പേര് വിളിക്കുമ്പോഴത്തേക്ക് ആ കുട്ടിയുടെ അച്ഛൻ, അമ്മ, സിബ്ലിങ്സ്, സഹോദരങ്ങളുണ്ടെങ്കിൽ അവരും കൂടെ ചേർന്നിട്ട് ഒരു ഫാമിലി ആയിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് ആ സമ്മാനം മേടിച്ചുകൊണ്ട് പോകുന്നത്. അതും ചെറിയ സമ്മാനങ്ങളൊന്നുമല്ല. ശരിക്കും നമ്മൾ ഫസ്റ്റ് പ്രൈസിന് ടാബ്ലറ്റ് PC-കളാണ് കൊടുക്കുന്നത്. സെക്കൻഡ് പ്രൈസ് തൊട്ട് ബുക്സാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എൻട്രി അയക്കുന്ന കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന സ്മാർട്ട് വാച്ചാണ്. ഇപ്പോൾ ഇത്തരം സമ്മാനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത് ഇതുപോലെ വലിയ പ്രൗഢമായ സദസ്സിൽ വെച്ചാകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു പ്രൈഡുണ്ട്, ഒരു അഭിമാനം. സമ്മാനം കൊടുക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒന്നിലധികം വിശിഷ്ടാതിഥികൾ അവിടെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അക്കൂട്ടത്തിൽ പെട്ട ഒരാളായിരിക്കും. ഇപ്പോഴേ ഞങ്ങളത് പ്രെഡിക്റ്റ് ചെയ്ത് പറയാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വിശിഷ്ടാതിഥികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഈ പ്രോഗ്രാമിന് ഒരാഴ്ച മുമ്പേ കിട്ടത്തുള്ളൂ. കാര്യം അവരൊക്കെ വിശിഷ്ടാതിഥികളായതുകൊണ്ട് തന്നെ അവർക്ക് വളരെ തിരക്കുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു തലത്തിലേക്ക് അവർക്ക് സമ്മാനം മേടിക്കാൻ വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട്, കുടുംബത്തോടെ വന്ന് സമ്മാനം മേടിക്കാൻ വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മത്സരം ഇതുവരെ അവസാനിച്ചിട്ടില്ല. കാര്യം ജൂൺ 30 വരെ ഇതിൻ്റെ അവസരമുണ്ട്. ജൂൺ 30 വരെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എൻട്രികൾ സ്വീകരിക്കുന്നതാണ്. അതായത് ജൂലൈ 5 ബഷീർ ഡേ ആണ്, ബഷീറിൻ്റെ ചരമദിനം, ബഷീർ ഡേ ആയിട്ട് ആചരിക്കുന്നു. ആ ജൂലൈ 5 ഞങ്ങൾ 1ാം സമ്മാനം കിട്ടിയവരെ ഡിക്ലെയർ ചെയ്യും സോഷ്യൽ മീഡിയ വഴി. ജൂലൈ 13 സമ്മാനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും പുനർജനി 2025 ഭാഗമായിട്ട്.
അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് നമ്മുടെ വീട്ടിലുള്ള കുട്ടി കലാകാരന്മാരെ നമ്മൾ കാണാതിരിക്കരുത്. ഒരിക്കലും കണ്ണേറ് പറ്റുമെന്ന് കരുതി അവരുടെ ഒരു നേട്ടവും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാതിരിക്കരുത്. കണ്ണേറ് കെട്ടുക എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. അത് ശരിക്കും അത് ആൾക്കാർ തെറ്റിദ്ധാരണപരമായിട്ട് പറഞ്ഞു വരുത്തുന്നതാണ് കണ്ണേറ് തട്ടുക. അങ്ങനെ കണ്ണേറ് തട്ടുക എന്നുണ്ടെങ്കിൽ ശരിക്കും കണ്ണേറ് തട്ടുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മൾ അതിർത്തിയിലൊക്കെ നിർത്തിയാൽ മതിയല്ലോ, യുദ്ധം വേണ്ടല്ലോ. അവർ ആക്ച്വലി പാകിസ്ഥാൻ മൊത്തം കണ്ണേറ് തട്ടി അങ്ങ് പോകുമല്ലോ. അപ്പോൾ നമുക്ക് കൂടോത്രമില്ല, കണ്ണേറ് തട്ടലില്ല, ഒന്നുമില്ല. ആക്ച്വലി ഉള്ളത് ഇവിടെ പുവർ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ പ്രോഗ്രാമിലൂടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി, ആർട്ടിസ്റ്റ് എൻ ദിവാകരൻ അദ്ദേഹത്തിൻ്റെ ആർട്ട് ഗാലറി എന്നെ കാണിച്ചു. അത് കാര്യം ഞാൻ പറഞ്ഞല്ലോ. ശരിക്കും അദ്ദേഹത്തിൻ്റെ ആർട്ട് ഗാലറി ഞാൻ കണ്ടാൽ പോരാ, ഈ ലോകം മുഴുവൻ കാണണം. സോ ഈ വരുന്ന ടൂറിസം വാരാഘോഷത്തിനോടനുബന്ധിച്ച്, ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് മ്യൂസിയം കോമ്പൗണ്ടിൽ മ്യൂസിയത്തിൻ്റെ ആർട്ട് ഗാലറിയിൽ ആർട്ടിസ്റ്റ് എൻ ദിവാകരൻ്റെ ഒരു ഒൺമാൻ ഷോ, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രദർശനം, ഒൺമാൻ ഷോ, അത് നടത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും ചേർന്നിട്ട് ചെയ്യുന്നതാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ കല, അദ്ദേഹത്തിൻ്റെ ആർട്ട് ഗാലറി എല്ലാം തന്നെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു വലിയൊരു വേദി അവിടെ ഒരുങ്ങും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രദർശനമായിരിക്കും. തീർച്ചയായിട്ടും അതിൻ്റെ ഡേറ്റ് പിന്നാലെ അറിയിക്കുന്നതാണ്. നിങ്ങളെല്ലാവരെയും അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മനോഹരമായ ഡിസൈനുകളിൽ ആകർഷകമായ ഫർണിച്ചറുകൾ, ചെയർമാൻ, പ്ലാസ്റ്റിക് മോൾഡഡ് ഫർണിച്ചറുകൾ,